ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി മൈസൂർ പാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ രൂപത്തിലും അതേ ടേസ്റ്റിലും നമുക്ക് വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ വീട്ടിൽ തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ അതിനു മുമ്പായി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതിനായി നമ്മളിവിടെ 1 കപ്പ് കടലമാവാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ഏത് കപ്പിനാണ് എടുക്കുന്നത് ആ കപ്പിന് തന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ഒന്ന് എടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് പഞ്ചസാരയാണ്. അപ്പോൾ 1.5 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പോൾ 1 കപ്പ് കടലമാവിന് 1.5 കപ്പ് പഞ്ചസാരയാണ് വേണ്ടത് കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ മധുരം ലഭിക്കണമെങ്കിൽ 1.5 കപ്പ് ചേർക്കണം. ഇനി നമുക്ക് വേണ്ടത് നെയ്യാണ്. അപ്പോൾ നെയ്യും 1.5 കപ്പ് അളവിൽ തന്നെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ 1 കപ്പ് നെയ്യും 1/2 കപ്പ് ഓയിലും കൂടെ ചേർത്താണ് ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വെറും നെയ്യ് മാത്രം ഉപയോഗിക്കാം. നെയ്യാകുമ്പോൾ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടും കേട്ടോ. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യുക ആ പാത്രത്തിൻ്റെ എല്ലാ വശത്തും നല്ല പോലെ ഒന്ന് ഓയിൽ പുരട്ടി വെക്കാം. ഈ സ്റ്റെപ്പ് നമ്മൾ ആദ്യം തന്നെ ചെയ്ത് വെക്കണം കേട്ടോ. ഇനി നമുക്ക് കടലമാവ് ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഒരു പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് കടലമാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 2-3 മിനിറ്റ് ഒന്ന് വറുത്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ അരി വറുക്കുന്നത് പോലെ ഒരുപാട് ടൈമൊന്നും വറുത്തെടുക്കേണ്ട, വെറും 3 മിനിറ്റ് മാത്രം വറുത്തെടുത്താൽ മതി. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു 3 മിനിറ്റ് വറുത്തതിന് ശേഷം നമുക്കിത് ഈ പാത്രത്തിൽ നിന്ന് മാറ്റാം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ശേഷം നമുക്ക് നമ്മൾ എടുത്തു വെച്ച 1.5 കപ്പ് പഞ്ചസാര ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്ത് അതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ 1.5 കപ്പ് പഞ്ചസാരയിലേക്ക് 1/4 കപ്പ് വെള്ളം എന്നാണ് പഞ്ചസാര മെൽറ്റ് ചെയ്യുമ്പോൾ അളവ് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ പഞ്ചസാര മെൽറ്റ് ചെയ്തെടുക്കാൻ വെക്കുന്ന ടൈമിൽ തന്നെ നമുക്ക് നമ്മൾ മാറ്റി വെച്ച നെയ്യും കൂടെ മറ്റേ അടുപ്പിലൊന്ന് വെച്ച് ചൂടാക്കാം കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ പഞ്ചസാരയൊക്കെ നല്ലപോലെ ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒറ്റനൂൽ പരുവത്തിലാണ് നമുക്കിത് ലഭിക്കേണ്ടത്. അപ്പോൾ അതുവരെ ഇതുപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് നമ്മളിത് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ഒറ്റനൂൽ പരുവത്തിൽ ഇതായിട്ടുണ്ട്. ഇനി നമ്മളിത് ഇനിയും വെച്ചാൽ 2 നൂല് 3 നൂല് അങ്ങനെ വരും കേട്ടോ. അപ്പോൾ ഇത് കറക്റ്റ് ഒറ്റനൂൽ പരുവത്തിൽ തന്നെ നമുക്കിത് ലഭിക്കേണ്ടത്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച കടലമാവ് കുറേശ്ശെ ആക്കി ഇട്ട് കൊടുക്കാം. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെയാണ് കേട്ടോ ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ കടലമാവ് മുഴുവനായും ഒറ്റയടിക്ക് ഇട്ട് കൊടുക്കരുത്, കാരണം കട്ട ഉടയാതെ കട്ട പിടിച്ച് പോവും. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ച കടലമാവ് ഒരു 3-4 പ്രാവശ്യമായിട്ടൊക്കെയാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ കടലമാവ് മുഴുവനായി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മൾ ചൂടാകാൻ വെച്ച നെയ്യ് ഓരോ തവിയെടുത്ത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചൂടോടെ തന്നെ വേണം നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ അത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ കൈയെടുക്കാതെ നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ. ഇല്ലെങ്കിൽ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി കരിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നെയ്യും അതുപോലെ ഇടയ്ക്ക് നമുക്കിങ്ങനെ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഏകദേശം നമ്മൾ എടുത്ത നെയ്യ് കറക്റ്റാവും. ചിലപ്പോൾ മാവിനനുസരിച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറും കേട്ടോ. അപ്പോൾ നെയ്യ് ഒഴിച്ച് ലാസ്റ്റ് ടൈം ആകുമ്പോൾ ഇതുപോലെ ഹോൾസായി വരും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഹോൾസ് നല്ലപോലെ വന്ന് അതിലൂടെ നെയ്യൊക്കെ പുറന്തള്ളൽ തുടങ്ങുന്ന ടൈമിലാണ് നമ്മൾ ഇത് ഫ്ലെയിം ഓഫ് ചെയ്യേണ്ടത്. അപ്പോൾ ഹോൾസായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 1-2 പ്രാവശ്യം കൂടെ ഇതേപോലെ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഓരോ മിനിറ്റ് ഇടവിട്ട് നെയ്യ് ഒഴിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ നല്ലപോലെ ഇതുപോലെ ഇങ്ങനെ നെയ്യ്
ആ ഹോൾസ് കൂടെയൊക്കെ ഇങ്ങനെ പുറന്തള്ളാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ ഈ മാവിൻ്റെ കളർ മാറുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കണം. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ലോ ഫ്ലെയിമിൽ വെച്ച് മാത്രമുള്ളൂ ഇത് ചെയ്തെടുക്കാൻ പാടിട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തങ്ങാണ്ട് നമ്മൾ സെറ്റ് ചെയ്യാൻ വെച്ച പാത്രത്തിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. പാത്രം നേരത്തെ തന്നെ റെഡിയാക്കി വെക്കണം, കാരണം ഇത് ആകുന്ന ടൈമിൽ നമുക്ക് പാത്രം റെഡിയാക്കാനുള്ള ടൈം കിട്ടൂല, കരിഞ്ഞു പോകും. അപ്പോൾ ആ നെയ്യോട് കൂടെ തന്നെ നമുക്ക് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ നെയ്യൊക്കെ ഇതിൽ കടന്ന് വറ്റിപ്പോകും കേട്ടോ. ആ നെയ്യോട് കൂടി തന്നെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. നമ്മൾ മെല്ലെ ഇതുപോലെ ഒന്ന് മുകൾ ഭാഗം ഒന്ന് ലെവലാക്കി കൊടുത്താൽ മതി. ഒരുപാട് പ്രസ് ചെയ്ത് അമർത്തി കൊടുക്കരുത്, കാരണം ഇതിൻ്റെ ഉൾവശമൊക്കെ ഓൾസൊന്നും നമുക്ക് ലഭിക്കൂല കേട്ടോ. അപ്പോൾ മെല്ലെ ഒന്ന് മുകൾ ഭാഗം ഒന്ന് ലെവലാക്കാൻ വേണ്ടി ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് 2-3 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഒരു 3 മിനിറ്റിന് ശേഷം നമുക്ക് വേണ്ട ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് ലെവലാക്കി വെക്കണം കേട്ടോ. അപ്പോൾ ഇല്ലെങ്കിൽ ഇത് ഉറച്ച് കഴിഞ്ഞാൽ കട്ട് ചെയ്യാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ഈ ടൈമിൽ തന്നെ നമ്മളൊരു 3 മിനിറ്റിന് ശേഷം ഇതുപോലെ ചെയ്ത് വെച്ചാൽ മതി. ഇപ്പോൾ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് 2-3 മണിക്കൂർ ഇതൊന്ന് മാറ്റി വെക്കണം, ചൂടാറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചൂടാറുമ്പോഴുള്ളൂ ഇതിൻ്റെ ഉൾവശമൊക്കെ നല്ല പെർഫെക്റ്റായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഞാനിത് 3 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം എടുത്തിട്ടുണ്ട്. പാത്രത്തിൽ നിന്നൊക്കെ നല്ലപോലെ വിട്ട് പോന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കൈവച്ച് തന്നെ മുറിച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് നേരത്തെ കട്ട് ചെയ്ത് വെച്ചതായതുകൊണ്ട് ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് നല്ല പെർഫെക്റ്റായി നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ രൂപത്തിൽ തന്നെ നമുക്ക് ലഭിച്ചിട്ടുണ്ട് കേട്ടോ. ഉള്ളൊക്കെ കളർ മാറ്റമൊക്കെ ഉണ്ടായി നല്ല രൂപത്തിൽ തന്നെ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മൈസൂർ പാക്കിൻ്റെ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക.